ബേപ്പൂരിൽ ഞാൻ പരാജയപ്പെട്ടാൽ കിഡ്സൺ കോർണർ തൊട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരെ ഞാൻ മൊട്ടയടിച്ചിട്ട് കാതിൽ 2 കമ്മലിട്ട് നടക്കാം. മുഹമ്മദ് റിയാസിനെ വെല്ലുവിളിക്കുക. മൊട്ടയടിച്ച് കാതിൽ 2 കമ്മലുമിട്ട് കിഡ്സൺ കോർണറിൽ നിന്ന് ആരംഭിച്ച് മിഠായി തെരുവിലൂടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വരെ പോകാൻ തയ്യാറാണ്. നമ്മൾ ഇലക്ഷൻ റിസൾട്ടിന് ഒരു 80 മണിക്കൂർ കൂടി ആണ് ബാക്കിയുള്ളത്. പൊതുവിൽ ഇവിടെ ഇന്നലെ എക്സിറ്റ് പോൾ റിസൾട്ടിൻ്റെ പൂരമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിന് അപ്പോൾ എനിക്കതിൽ പറയാനുള്ളത്, ഞാനതിൻ്റെ തലേ ദിവസമാണ് മൊത്തത്തിൽ കേരളത്തിലെ ഞാൻ പേഴ്സണലായിട്ട് എൻ്റെ രാഷ്ട്രീയ അനുഭവങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയ ചിത്രങ്ങളും സംസ്ഥാനത്തെ നമ്മുടെ വ്യക്തിപരമായ ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് ആ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ഒരു സർവേയുടെ ഭാഗമായിട്ടാണ് 86 സീറ്റിൽ 86 സീറ്റിൽ 100% UDF വിജയിച്ച് കയറും. അതോടൊപ്പം 23 സീറ്റിലെ ചാൻസ് സീറ്റുകൾ 51% UDFന് ചാൻസ് കണക്കാക്കുന്ന 23 സീറ്റുകൾ. ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ആ റിപ്പോർട്ട് പുറത്തേക്ക് സോഷ്യൽ മീഡിയ വഴി ഫേസ്ബുക്ക് വഴി പൊതുസമൂഹത്തെ അറിയിച്ചിട്ടുള്ളത്. ഇതിൽ ഇപ്പോൾ ഇന്നലെ വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ, അതിൻ്റെ തലേ ദിവസം ഞാൻ നൽകിയ റിപ്പോർട്ടിനെ സാധൂകരിക്കുന്ന തരത്തിലാണ്. 86 സീറ്റാണ് ഞാൻ പറഞ്ഞതെങ്കിൽ ഒരുവിധം 8-9 അസസ്മെൻ്റ് നടത്തിയ കമ്പനികൾ പറഞ്ഞിരിക്കുന്നത് ഒരു 85 സീറ്റ് വരെ UDF അധികാരത്തിൽ വരുന്നു. അതുവരെ പറഞ്ഞിരുന്നത് ഇവിടെ ഞെരുങ്ങി LDF അധികാരത്തിൽ വരും, എന്നാൽ തന്നെ ഒരു 75 സീറ്റ് 78 സീറ്റിൽ LDF അധികാരത്തിൽ വരും. ചിലരൊക്കെ ചെറുതായിട്ട് പത്രമാധ്യമങ്ങൾ നിങ്ങളൊക്കെ തന്നെ സൂചിപ്പിച്ചിരുന്നത് UDF വരികയാണെങ്കിൽ തന്നെ ഒരു ഞെരുങ്ങിയ വോട്ടിന് 72 ആ രീതിയിൽ വരാനുള്ള ചെറിയൊരു സാധ്യത, മൈന്യൂട്ട് ഒരു പോസിബിലിറ്റിയെക്കുറിച്ചായിരുന്നു നമ്മൾ കേരളം ചർച്ച ചെയ്തിരുന്നത്. പക്ഷേ അതിനൊക്കെ മറികടന്നുകൊണ്ടുള്ള റിപ്പോർട്ട്സാണ് വന്നിട്ടുള്ളത്. ഞാൻ ഈ പറയുന്ന എക്സിറ്റ് പോളിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല സംസാരിക്കുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രശ്നവുമില്ല. ഇവിടെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഭരണവിരുദ്ധ തരംഗം വികാരം, അതിലപ്പുറം ഇവിടെ കേരളം ചർച്ച ചെയ്യപ്പെട്ടത്, ജനങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടത്, സഖാക്കൾ ചർച്ച ചെയ്യപ്പെട്ടത് പിണറായിസമാണ്. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ പിണറായിയുടെ മുഖം വെച്ചിട്ടായിരുന്നു ഞാനടക്കമുള്ള സ്ഥാനാർത്ഥികൾ പോസ്റ്റർ അടിച്ചിരുന്നത്. നിങ്ങൾക്കറിയാം, കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെയും LDF സ്ഥാനാർത്ഥികളുടെ കൂടെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ്റെ ഫോട്ടോ കൂടെ ഉണ്ടായിരുന്നു. നിയമസഭയിൽ തന്നെ ഞാൻ അന്ന് പറഞ്ഞതാണ്, 10,000-ഓളം വോട്ട് 21 തെരഞ്ഞെടുപ്പിൽ പിണറായി വോട്ടായിട്ട് കേരളത്തിലെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനൊരു വോട്ടുണ്ടായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ അതിന് നേരെ ഓപ്പോസിറ്റ് ആക്ഷനിലേക്കാണ് 21-26 ഗവൺമെൻറ്റിനെ പിണറായി കൊണ്ടുപോയത്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നതും. കേരളത്തിലെ പോലീസിലും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ തലങ്ങളിലുമുള്ള ഏകാധിപത്യ പ്രവണത, വർഗീയ പ്രവണത, ഈ പറയുന്ന അഴിമതി, കള്ളക്കടത്ത്, ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണല്ലോ ഞാൻ പുറത്തു വരുന്നത്. അതിനെയാണ് ഞാൻ മൊത്തത്തിൽ പേരിട്ട് വിളിച്ചത് പിണറായിസം എന്ന്. അതിനോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ CPMനെ ഇടതുപക്ഷത്തെ തകർക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് ഞാൻ ഇപ്പോഴും പറയുകയാണ്, അടിവരയിട്ട് പറയുകയാണ്, അത് മുഹമ്മദ് റിയാസിൻ്റെ പാർട്ടിയിലും ഗവൺമെൻറ്റിലുമുണ്ടായ അപ്രമാദിത്വമാണ്. ആ അപ്രമാദിത്വം പാർട്ടിയെ തകർത്ത് കളഞ്ഞിട്ടുണ്ട് കേരളത്തിലുടനീളം. പാർട്ടിയുടെ യഥാർത്ഥ ഉന്നതരായ ലീഡർഷിപ്പിനെ മുഴുവൻ ഹൈജാക്ക് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള നിയന്ത്രണത്തിൽ മാത്രം നടക്കുന്ന ഒരു പാർട്ടിയായി CPMനെ മാറ്റാൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചു. അതിന് കൊടപിടിച്ചതും അതിനോടൊപ്പം നിന്നതും ഈ പറയുന്ന മുഹമ്മദ് റിയാസാണ്. അതിന് വളം വെച്ച് കൊടുത്തത് പാർട്ടി സെക്രട്ടറിയാണ്. നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കോ ഞാൻ പറയുന്ന കാര്യം. അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഈ കുടുംബാധിപത്യ രാഷ്ട്രീയം ഈ സംവിധാനത്തെ തന്നെ, ഇടതുപക്ഷ സംവിധാനത്തെ തന്നെ തകർത്ത് കളയും എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നടന്ന എക്സിറ്റ് പോളുകൾ, നിങ്ങൾ നടത്തിയ സർവേകൾ, നിങ്ങൾ ആളുകളുടെ അഭിപ്രായം തേടിയതൊക്കെ അതിൽ നിന്നാണ് നിങ്ങൾ സംസാരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഇവിടെ വളരെ മൗനമായിട്ട് നല്ല സഖാക്കൾ, ഈ ഗവൺമെൻറ് മാറിയില്ലെങ്കിൽ, പിണറായി മാറിയില്ലെങ്കിൽ
ഇടതുപക്ഷ പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും അവരുടെ മുൻ അനുഭവങ്ങൾ പശ്ചിമബംഗാളും ത്രിപുരയൊക്കെ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സംഭവിച്ച ആ അവസ്ഥയിലേക്ക് കേരളം പാർട്ടി കൂപ്പുകുത്തുമെന്ന് മനസ്സിലാക്കിയ പച്ച സഖാക്കൾ, നല്ലവരായ സഖാക്കൾ, ആ സഖാക്കളുടെ വോട്ട് വലിയ രീതിയിൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും തിരിച്ചു ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കതറിയാൻ കഴിയില്ല, പക്ഷേ അത് നടന്ന ഒരു സംഭവമാണ്. 21-ൽ 10,000 വോട്ട് പിണറായിയുടെ വ്യക്തിത്വത്തിന് കേരളത്തിലെ ജനങ്ങൾ ഓരോ മണ്ഡലത്തിലും ആവറേജ് നൽകിയിട്ടുണ്ടെങ്കിൽ 10,000 തൊട്ട് 15,000 വോട്ട് വരെ ഈ 140 മണ്ഡലങ്ങളിലും, അതിൽ അവിടുത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം, സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യമൊക്കെ കണക്കാക്കി പല മണ്ഡലങ്ങളിലും 7,000 തൊട്ട് 15,000 വോട്ട് വരെ ആൻറ്റി പിണറായി വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾക്കും അത് കാണാൻ കഴിയില്ല. നിങ്ങൾ എങ്ങനെ തപ്പിയാലും കാണില്ല. ഒരാളും ആ മൈക്കുമായി പോയി ചോദിച്ചാലോ സ്വകാര്യമായി ചോദിച്ചാലോ നിങ്ങളോടത് പറയില്ല. നിങ്ങളത് അങ്ങനെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയൂ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, മാധ്യമങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ബേപ്പൂരിലടക്കം ഉണ്ടായ സംഭവം എന്താണ്? ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ അവരുടെ ഏറ്റവും ശക്തമായ കേന്ദ്രങ്ങളാണ് ബേപ്പൂരിലെ 7 പഴയ ബേപ്പൂർ പഞ്ചായത്തിലെ 7 മുനിസിപ്പൽ കൗൺസിലേഴ്സും അതുപോലെ തന്നെ ഈ വരുന്ന നല്ലളം ഭാഗത്തുള്ള 7 കൗൺസിലർമാരും 14 ഈ കോർപ്പറേഷൻ വാർഡുകളാണ് ഈ മണ്ഡലത്തിൻ്റെ ഭാഗം. അവിടെ ശക്തമായ CPM കേന്ദ്രമാണ്. 18,000-19,000 വോട്ടാണ് മുഹമ്മദ് റിയാസ് ഈ പറയുന്ന 29,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം നൽകുന്നത് ഈ 14 ഡിവിഷനുകളിൽ നിന്നാണ്. അവിടെ ഒരു പ്രാവശ്യം പോലും വീട് കയറാത്ത സ്ഥലങ്ങളുണ്ട്. ഒരു പ്രാവശ്യം പോലും. ആവറേജ് എടുത്താൽ ഈ മണ്ഡലത്തിൽ, ബേപ്പൂർ മണ്ഡലത്തിൽ ഒരു തവണ പോലും വീട് കയറാത്ത സ്ഥലങ്ങൾ ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ 2 പ്രാവശ്യവും 3 പ്രാവശ്യവും സഖാക്കൾ വീട് കയറി വോട്ട് ചോദിക്കുന്ന പ്രദേശങ്ങളാണിത്. അവിടെ പോലും ഇത് നിങ്ങൾ വിചാരിക്കും ബേപ്പൂരിൽ മാത്രമാണെന്ന്. ഒരിക്കലുമല്ല. കേരളത്തിലെ ഉടനീളം മണ്ഡലങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ CPM-നെ ചാലക ശക്തിയായി പ്രവർത്തിക്കുന്ന കുറച്ച് സഖാക്കളുണ്ട്. എല്ലാ മണ്ഡലത്തിലും എല്ലാ ബ്രാഞ്ചിലും ഉണ്ടാവും. അവരാണ് ഈ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കൽ. അവരൊക്കെ മാനസികമായി തളർന്ന അവസ്ഥയിലായിരുന്നു. ലീഡർഷിപ്പിന് മുകളിലേക്ക് റിപ്പോർട്ട് കിട്ടുന്നുണ്ടാവും, അവിടെ വീട് കയറി, ഇവിടെ വീട് കയറി. ഇതൊക്കെ ഒരിക്കലും നടന്നിട്ടില്ല. കാരണം അത് റിപ്പോർട്ട് ചെയ്യുന്ന ബ്രാഞ്ച് സെക്രട്ടറി ആയാലും ലോക്കൽ സെക്രട്ടറി ആയാലും അത്രയൊക്കെ മതി എന്ന് പറയുന്ന മേളിലുള്ള നേതൃത്വത്തെ, ജില്ലാ നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനുള്ള കണക്കുകളാണ് ഇവിടെ നിന്നുള്ള എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുള്ളത്. അതൊരു വസ്തുതയാണ്. അതിവിടെ തിരിഞ്ഞടിക്കുക തന്നെ ചെയ്യും. ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ഈ വളർത്തിക്കൊണ്ടുവന്ന കേരളം ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നയങ്ങളിൽ നിന്ന് പരിപൂർണമായിട്ടും പിണറായി മാറി. അദ്ദേഹം നടത്തിയത് 2024 പാർലമെൻറ്റ് ഇലക്ഷനിലെ പരാജയത്തിൽ നിന്നുണ്ടായ അദ്ദേഹത്തിൻ്റെ വികാരപരമായ പ്രകടനങ്ങളാണ് പിന്നെ നമ്മൾ കണ്ടത്. ന്യൂനപക്ഷ സമുദായത്തെ ഇനി നമ്മൾക്ക് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ന്യൂനപക്ഷ സമുദായങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടെ ഭരണം ഞങ്ങൾ നിലനിർത്തുമെന്ന തീരുമാനത്തിലേക്ക് ഒരു ഘട്ടത്തിൽ അദ്ദേഹം പോവുകയാണ്. അതിന് BJP-യുമായുള്ള ചില ധാരണകളും ചർച്ചകളുമൊക്കെ നടത്തി. അതൊക്കെ വിജയപ്രദമാകുമെന്ന് കണക്കൂട്ടി. അതിലാണ് നമ്മൾ ആരും കണക്ക് കൂട്ടാത്തത് ഹൈക്കോടതിയുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടുള്ള ശബരിമല വിഷയം ഇവിടെ വരുന്നത്. ആ ശബരിമല വിഷയം കേരളത്തിലെ വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ച് ഈ ഗവൺമെൻറ്റിനെതിരെ എല്ലാ പ്രതികളും വിട്ടില്ല, ഒരാളും അകത്തില്ല. 34.5 കിലോ സ്വർണം, അയ്യപ്പൻ്റെ സ്വർണം ഇവിടുന്ന് കൊള്ളയടിക്കപ്പെട്ടിട്ട് 439 ഗ്രാം സ്വർണം മാത്രമാണ് റിക്കവർ ചെയ്തത്. 34 കിലോ സ്വർണം റിക്കവർ ചെയ്യാതെ എപ്പോഴും കിടക്കുക. ആര് കട്ടു, എവിടെ കൊണ്ടുപോയി എന്ന് ജനങ്ങളോട് പറയാൻ ഇന്ന് വരെ പിണറായിക്ക് സാധിച്ചിട്ടില്ല. അത് ഹൈന്ദവ വിശ്വാസികളുടെ ഇടയിൽ വലിയ വിഷയമാണ്. നിങ്ങൾ കാണുന്നതിൻ്റെ അപ്പുറമാണ് ആ വിഷയം. അതിൽ BJP-യെ സംബന്ധിച്ച് നിങ്ങൾ കണ്ടോ, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് കുറയുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും സ്റ്റേറ്റിലൊട്ടാകെ. അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സാധ്യത നിൽക്കുന്നത് തിരുവനന്തപുരത്ത് മാത്രമാണ്. കേരളത്തിലെ BJP-യുടെ കാൻഡിഡേറ്റുകൾ ജയിക്കാൻ സാധ്യതയുണ്ട്. ആ സാധ്യതയുള്ള സീറ്റുകളിൽ BJP-യുടെ വോട്ട് ഫുള്ള് കിട്ടും. അതിന് കൂടുതൽ സാധ്യതയുള്ളൊരു ഏക ജില്ല എന്നിപ്പോൾ നമ്മൾ നോക്കി കാണുന്ന തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് ഒഴികെയുള്ള മറ്റു മണ്ഡലങ്ങളിൽ, മറ്റു ജില്ലകളിൽ BJP-യുടെ വോട്ട് ഗണ്യമായി കുറയും. ആ വോട്ട് കൂടി
ഈ പിണറായിസത്തിനെതിരെ കേരളത്തിൽ പോൾ ചെയ്യാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. ഇതൊന്നും നമ്മൾക്ക് എണ്ണി നോക്കിയാൽ കാണാൻ കഴിയില്ല. അപ്പം ഞാൻ ഇത്രയും അടിവരയിട്ടുകൊണ്ട് ആവർത്തിച്ച് പറയുന്നത് എൻ്റെ കോൺഫിഡൻസ് തന്നെയാണ്. ഇപ്പം രാവിലെ ഇരുന്നിട്ട് മുഹമ്മദ് റിയാസ് കൊടുക്കുന്ന പ്രസ്താവനകൾ, ഇൻട്രാക്ഷൻസ് ഞാൻ കണ്ടു. എന്താ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? 82,000 വോട്ട്, സർവകാല റെക്കോർഡ്. ആ വോട്ടിന് മേലെ ഞാൻ ജയിക്കുന്ന അദ്ദേഹം ഇപ്പോഴും ഇന്ന് രാവിലെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ചുക്കോടെ നടക്കാൻ പോകുന്നില്ല. 65,000 വോട്ടിന് മേലെ മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ കയറാൻ പോകുന്നില്ല. അവിടുത്തെ നേർ ചിത്രം അതാണ്. ഞാൻ ഒറ്റ കാര്യം, പത്രമാധ്യമങ്ങൾ നമ്മൾ കോഴിക്കോടത്തെ എല്ലാവരും കൂടെ ഇവിടെ ഉണ്ടല്ലോ, ഞാനും നിങ്ങളോട് മുഹമ്മദ് റിയാസിനെ ഇത്രയും കോൺഫിഡൻസിലാണല്ലോ സംസാരിക്കുന്നത്, വെല്ലുവിളിക്കുകയാണ്. 65,000 അല്ല. അപ്പോൾ എൻ്റെ വെല്ലുവിളി ആ പറയുന്ന ആത്മവിശ്വാസത്തിൽ സത്യസന്ധമായിട്ടാണ് ബേപ്പൂരിലെ വോട്ടർമാരോട് അദ്ദേഹം അത് പറയുന്നെങ്കിൽ, കോഴിക്കോട് പത്രമാധ്യമങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ പ്രസ് ക്ലബ്ബിൽ ഇരുന്നിട്ട് ഞാനൊരു അഗ്രിമെൻറ്റിന് തയ്യാറാണ്. ബേപ്പൂരിൽ ഞാൻ പരാജയപ്പെട്ടാൽ കിഡ്സൺ കോർണർ തൊട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരെ ഞാൻ മൊട്ടയടിച്ചിട്ട് കാതിൽ 2 കമ്മലിട്ട് നടക്കാം. മുഹമ്മദ് റിയാസിനെ വെല്ലുവിളിക്കുക. മൊട്ടയടിച്ച് കാതിൽ 2 കമ്മലുമിട്ട് കിഡ്സൺ കോർണറിൽ നിന്ന് ആരംഭിച്ച് മിഠായി തെരുവിലൂടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ